നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അതുകൊണ്ട് നാഷണൽ ഹൈവേ വികസനം എന്നത് സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ് എന്ന് ഒരു തരത്തിൽ പറയാം. പക്ഷേ അതിനർത്ഥം എന്താ? പദ്ധതിയുടെ നടത്തിപ്പ് സംസ്ഥാനം നടത്തുമെന്നല്ല. സംസ്ഥാനത്തിനല്ല അതിന്റെ ഉത്തരവാദിത്വം. സംസ്ഥാനത്തിന് പ്രവൃത്തി നടത്താനുള്ള യാതൊരു ചുമതലയുമില്ല. ഇതിലെ ഓരോ പ്രവൃത്തിയുടെയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്, DPR തയ്യാറാക്കുന്നത്, ടെൻഡർ ചെയ്യുന്നത്, കരാറുകാരെ നിശ്ചയിക്കുന്നത്, കരാർ വെക്കുന്നത്, പ്രവൃത്തിയുടെ നിർവഹണം നടത്തുന്നത്, മേൽനോട്ടം വഹിക്കുന്നത്, ഗുണനിലവാരം പരിശോധിക്കുന്നത്, അളവെടുക്കുന്നത്, കരാറുകാരന് പണം നൽകുന്നത് എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത അതോറിറ്റിയാണ്. സംസ്ഥാന സർക്കാരിന്റെ എഞ്ചിനീയർമാർക്കോ സർക്കാരിനോ ഇതിലൊരു ചുമതലയുമില്ല. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മുഖ്യമന്ത്രി ആ യോഗത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായി. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരവസരത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ച വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. അത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴക്കൂട്ടത്തുള്ള ഒരു ഫ്ലൈ ഓവർ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തിരുന്നു. ആ ചടങ്ങിൽ മുഖ്യമന്ത്രിയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും സന്നിഹിതരായിരുന്നു. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ദേശീയപാത ആരുടേതാണ് അല്ലെങ്കിൽ ആർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്നതിൻ്റെ കാര്യത്തിൽ സംശയത്തിന് ഒരു ചെറിയ ഇട പോലും നൽകാത്ത വിധമാണ് പിണറായി വിജയൻ്റെ വാക്കുകൾ. ഇവിടെ മുഹമ്മദ് റിയാസും അന്തംഗമ്മികളും ഒക്കെ അവകാശപ്പെടുന്ന പോലെ സംസ്ഥാനത്തിന് യാതൊരു പങ്കാളിത്തവുമില്ലാത്ത ഒരു സംഗതിയാണ് ഈ ദേശീയപാത എന്നത് പിണറായിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതിൻ്റെ ഓരോ ഘട്ടത്തിലും, അതായത് DPR ഇടുന്ന സമയം മുതൽ DPR ഇടുന്നു, അതിനുശേഷം സ്ഥലം നോക്കുന്നു, സ്ഥലം അളക്കുന്നു, സ്ഥലം ഏറ്റെടുക്കുന്നു, അതിനുശേഷം കരാർ തുക തീരുമാനിക്കുന്നു, കരാറുകാരെ തീരുമാനിക്കുന്നു, എഞ്ചിനീയർമാരെ ആരാണ് വേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അതടക്കം ഓരോ മാസമുള്ള അവലോകന യോഗം, റിവ്യൂ മീറ്റിംഗ്, ഏറ്റവും ഒടുവിൽ ഉദ്ഘാടനം നടത്തുന്നത് വരെ എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായി പിണറായി വിജയൻ പറയുന്ന വാക്കുകളാണ് കേട്ടത്. പിന്നെ ഒരർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനും അഭിമാനിക്കാവുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സംസ്ഥാനം എന്നല്ല, ഏത് സംസ്ഥാനത്ത് നടന്നാലും അതാത് സംസ്ഥാനങ്ങൾക്ക് അഭിമാനിക്കാവുന്ന പദ്ധതിയാണ്. പിന്നെ ഒരാൾക്കും, അതായത് കേന്ദ്രമാവട്ടെ കേരളമാവട്ടെ, ഇത്തരമൊരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് പ്രത്യേകമായിട്ടൊരു സ്ഥലമൊന്നുമില്ലല്ലോ. ഈ രാജ്യം മുഴുവൻ അവരുടെ കീഴിലാണ്. അവിടുത്തെ എല്ലാ ഭരണവും അവരുടെ കീഴിൽ തന്നെയാണ്. അപ്പോൾ അവർ ചെയ്യുന്ന, അത് തമിഴ്നാടാവട്ടെ കേരളമാവട്ടെ ആന്ധ്രയാവട്ടെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ആവട്ടെ, ഒരേ രീതിയിൽ തന്നെ ആയിരിക്കണമല്ലോ. കേരള സർക്കാരിന് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാം എന്നല്ലാതെ തമിഴ്നാട്ടിൽ പോയി ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ കേന്ദ്രത്തിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരള സർക്കാരിനോ തമിഴ്നാട് സർക്കാരിനോ അത് അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറയാമെന്നല്ലാതെ ദേശീയപാതയുടെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഓരോ വകുപ്പുകളും ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് പറയാം. അവർ സ്ഥലം കണ്ടെത്തി ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം ഈ നിർമ്മാണ പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും 30 മീറ്റർ അല്ല 45 മീറ്റർ വീതിയാണ്. അപ്പോൾ അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ കാണും. അപ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ ആരാണ് മാറ്റേണ്ടത്? നമ്മുടെ ഇവിടെയാണെങ്കിൽ KSEB ആണ് മാറ്റേണ്ടത്. ആ വകുപ്പ് വൈദ്യുതി വകുപ്പിനാണ്. അവരുടെ ആളുകൾ വന്നിട്ട് ഈ പോസ്റ്റുകൾ അവിടുന്ന് പിഴുത് മറ്റ് സൗകര്യമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റിയിടും. അപ്പോൾ ആ വകുപ്പിൻ്റെ സഹകരണം ആവശ്യമാണ്. ഇനി മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടർ അതോറിറ്റിയാണ്. മിക്കവാറും ചില സ്ഥലത്തൂടെയൊക്കെ റോഡൊക്കെ ക്രോസ് ചെയ്തൊക്കെ പൈപ്പ് പോയിട്ടുണ്ടെങ്കിൽ ദേശീയപാതയും മറ്റുമൊക്കെ വരുമ്പോൾ വലിയ ലോഡുള്ള വണ്ടികളൊക്കെ പോകും. അപ്പോൾ ഭാവിയിൽ
പൈപ്പൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ കൂടിയ പൈപ്പുകളും മറ്റുമൊക്കെ ഇടേണ്ട, പുതിയ പ്രവർത്തനമൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളപ്പോൾ ഈ വാട്ടർ അതോറിറ്റിക്കാർ വന്നിട്ട് പുതിയ പൈപ്പുകൾ ഇടുകയോ അല്ലെങ്കിൽ റോഡിൽ നിന്ന് ഒഴിവാക്കി പൈപ്പുകൾ ഇടുകയോ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സഹകരണം ആവശ്യമാണ്. ഇനി മറ്റൊരു കൂട്ടരുള്ളത് വനം വകുപ്പാണ്. തീർച്ചയായിട്ടും ചില പ്രദേശങ്ങളിലൊക്കെ പഴയ റോഡിനോട് ചേർന്ന് തന്നെ വലിയ മരങ്ങൾ കാണും. അത് വെട്ടി മാറ്റുന്ന കൂട്ടരുണ്ട്. അല്ലെങ്കിൽ അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് മൂടോടെ തന്നെ മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് നടുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും അത് മാറ്റാനും ഈ തടസ്സം മാറ്റാനുമായിട്ട് വനം വകുപ്പിൻ്റെ സഹകരണം ആവശ്യമാണ്. തീർച്ചയായിട്ടും അവരും സഹകരിക്കും. ഇവിടെ ഈ പറഞ്ഞ കൂട്ടത്തിലൊന്നും മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പിന് യാതൊരു പങ്കുമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാസാമാസം കേന്ദ്രവും കേരളവും കൂടെ ചേർന്നിരുന്നിട്ട് ഇതിന് റിവ്യൂ മീറ്റിംഗ് നടത്താറുണ്ട്. എല്ലാ മാസവും ഒരു ദിവസം, അവർക്ക് സൗകര്യമുള്ളൊരു ദിവസമാണെന്ന് തോന്നുന്നു. ഈ മീറ്റിങ്ങിൽ റിയാസോ അല്ലെങ്കിൽ റിയാസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ വകുപ്പിൻ്റെ ഒരാളും കൂടെ പോയിരിക്കും. അതെല്ലാ മാസവും കൃത്യമായിട്ട് നടക്കും. ഈ പണി എങ്ങനെ പോകുന്നു എന്നതിൻ്റെ അവലോകനം നടത്തും. പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്ന എന്താണ്, മുഹമ്മദ് റിയാസ് നല്ല ഭംഗിയാക്കിയ 6 വരിയോ 4 വരിയോ ഉള്ള ഈ പാതയിലൂടെ, നല്ല സുന്ദരമായിട്ടുള്ള പാതയിലൂടെ ഇങ്ങനെ നടന്നു പോകും. മൈക്കൊക്കെ വെച്ചിട്ട്, ഞാൻ വെച്ചിരിക്കുന്ന മൈക്കൊക്കെ എന്നിട്ട് അവരുടെ PR ടീമുകൾ ഇതങ്ങ് ഷൂട്ട് ചെയ്യും. എന്നിട്ട് BGM ഇട്ടിട്ട് തള്ളി മറിക്കും. ഇത് അവരാണ് കൊണ്ടുവന്നത് എന്ന തരത്തിൽ. ഞാൻ ഈ പറഞ്ഞതും ഞാൻ പറയുന്നതിന് മുമ്പ് പിണറായി വിജയൻ പറഞ്ഞതിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരം വകുപ്പുകളുടെ ഏകോപനമാണ് ഒരു ദേശീയപാത പൂർത്തിയാവുന്നതിൽ. ഇതിൽ KSEBിക്ക് അവകാശപ്പെടാവുന്ന അത്രയും പോലും മുഹമ്മദ് റിയാസിന് അവകാശപ്പെടാനില്ല. ഒരു മെറ്റൽ പോലും അവർ കൊടുക്കുന്നില്ല. ഒരു മെറ്റിലോ സിമെൻറ്റോ മണ്ണോ ഒന്നും പോലും, ഒരു കമ്പിയോ പോലും ഇവിടുത്തതായിട്ട് അവരെടുക്കുന്നില്ല. ആകെ സ്ഥലത്തിന് ചില സ്ഥലങ്ങളിൽ അമിത വിലയായതിനാൽ 25% നേരത്തെ കൊടുക്കാമെന്ന് കേരളം പറഞ്ഞിരുന്നു. തുടക്ക സമയത്തിൽ 5000 കോടിയോ മറ്റോ കൊടുത്തിരുന്നു. പിന്നെ അതിനുള്ള പാങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ ഗഡ്കരി തന്നെ പറഞ്ഞു, ശരി വേണ്ട. അപ്പോഴേക്കും ഇവിടെ പ്രളയമൊക്കെ ഉണ്ടായി, വലിയ പ്രളയമുണ്ടായി, റോഡുകളൊക്കെ നശിക്കുന്ന അവസ്ഥയുണ്ടായി. ആ നഷ്ടവും കേന്ദ്രം ഏറ്റെടുത്തോളാം എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പാർലമെൻറ്റിൽ പറഞ്ഞതാണ്. അതിനുശേഷം അവർ തന്നെയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ 5000 കോടി കൊണ്ടൊന്നും ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു PW റോഡ് പോലും പൂർത്തിയാക്കാൻ പറ്റില്ല എന്നറിയുമ്പോഴാണ് ഈ 6 വരിയുടെ ദേശീയപാതയുടെ അവകാശവാദം ഇവർ ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. അതും എത്ര മ്ലേച്ഛമായ രീതിയിലാണെന്ന് നോക്കുക. അവർ അതിനെ PR വർക്കായിട്ട് ഉപയോഗിക്കുകയാണ്. ഓരോ ലോക്കൽ കമ്മിറ്റിയുടെയും സോഷ്യൽ മീഡിയ പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ 50 വർഷമായിട്ടും വരാത്ത മാഹി തലശ്ശേരി ബൈപ്പാസ് ഇതാ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ അവരുടെ നേതാക്കളെയും അവരുടെ മുൻ മുഖ്യമന്ത്രിമാരെയും അവരുടെയൊക്കെ മുഖത്തടിക്കുന്ന രീതിയിൽ പെരുമാറുകയാണ് എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ അതാണ് സത്യം. ഓർക്കുക, പിണറായി വിജയൻ്റെ സമയത്താണിത് നടന്നതെങ്കിൽ അവരുടെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ കൊള്ളില്ലായിരുന്നു എന്നവർ സമ്മതിക്കുന്നു. EK നയനാർ കൊള്ളില്ലായിരുന്നു എന്നവർ സമ്മതിക്കുന്നു. CPMൻ്റെ CPIയുടെയൊക്കെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒന്നും കൊള്ളില്ലായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം ബാലിശമായിട്ടുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കാതെ മാറ്റിവെച്ചിട്ട് യാഥാർത്ഥ്യബോധത്തോടെ നിങ്ങൾ ജനങ്ങളോടെങ്കിലും ഒന്ന് പറയണം, ആരാണ് ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള ഉത്തരവാദിത്വവും ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് പോകേണ്ടതും ആർക്കാണെന്ന് പറയണം. നിങ്ങളുടെയൊക്കെ പങ്ക് എന്താണ് എന്ന് ഇതിലും ലളിതമായിട്ട് വിവരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അരിയാഹാരം കഴിക്കുന്നവർക്ക്, അല്പം ബുദ്ധിയുള്ളവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണും എങ്ങനെയാണ് ദേശീയപാത ഇവിടെ വന്നതെന്നും അത് ഓരോ ഘട്ടവും പ്രവർത്തിക്കുന്നതെന്നും. ഇതിൽ കൂടുതലൊന്നും ഈ കാര്യത്തെപ്പറ്റി വിശദീകരിക്കാൻ പറ്റില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.